Question number 8. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. Out of a sum of rupees 9,200, some amount was lent at the rate of 5% per annum and the rest at 8% per annum, both earning simple interest. Total interest received after 3 years was rupees 1,812 rupees. The sum in rupees lent at 5% per annum was. So ഇവിടെ നമുക്ക് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ടോട്ടൽ എമൗണ്ട് 9,200 rupees ഉണ്ട്. അതിൽ കുറച്ച് എമൗണ്ട് 5% per ആനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും കുറച്ച് എമൗണ്ട് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആഫ്റ്റർ 3 years നമുക്ക് പറഞ്ഞിട്ടുള്ളത് 1,812 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എത്ര എമൗണ്ട് ആണ് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റുപ്പീസ് എക്സ് ആയിട്ട് എടുക്കുക. ടോട്ടൽ എമൗണ്ട് നമ്മുടെ കയ്യിലുള്ളത് 9,200 ആണ്. സോ ബാക്കിയുള്ള എമൗണ്ട് 9,200 എന്ന് എക്സ് റുപ്പീസ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക് ഫോർമുല എന്താണ്? PNR അല്ലെങ്കിൽ P into R into T divided by 100 ആണ്. ആ ബേസിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് എമൗണ്ട് ആണ് നമ്മൾ 5% റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. സോ എക്സ് ഇൻറ്റു 5 into 3 divided by 100 plus 9,200 minus x into 8 into 3 divided by 100 is equal to total interest എത്രയാണ്? 1,812 ആണ്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. 15x plus 9,200 into 24 minus 24x is equal to 1,81,200 കിട്ടും. സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 9x will be equal to 39,600. Value of x will be rupees 4,400. Question number 9. A certain sum amounts to rupees 22,494 in 7 years at x% per annum on simple interest. If the rate of simple interest per annum had been x plus 4%, the amount payable after 7 years would have been rupees 25,917. Find the sum invested. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു എമൗണ്ട്, ഒരു പ്രിൻസിപ്പൽ പി X% റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 7 വർഷം കൊണ്ട് അത് 22,494 ആയിരുന്നു. സെയിം പ്രിൻസിപ്പിൾ തന്നെ എക്സ് പ്ലസ് 4%ലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അത് 7 years കൊണ്ട് 25,917 ആവും. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പി പ്ലസ് ഇൻട്രസ്റ്റ്, 7 വർഷം കൊണ്ടുള്ള ഇൻട്രസ്റ്റ്, അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് ടോട്ടൽ എമൗണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എമൗണ്ട് നമ്മൾ പ്രിൻസിപ്പൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. സോ 22,494 മൈനസ് പി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എക്സ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 7 divided by 100. ഇനി സെയിം എമൗണ്ട് എക്സ് പ്ലസ് 4 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 25,917 മൈനസ് പി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു 7 divided by 100. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള രണ്ട് ഇക്വേഷൻസ്. ഒന്ന് എക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഒന്ന് എക്സ് പ്ലസ് 4% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും. ഇനി ഇക്വേഷൻ നമ്പർ 2 ഒന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഇൻറ്റു എക്സ് ഇൻറ്റു 7/100 ക്യാൻസൽ ആയി പോകും. ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഒന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്താൽ പിയും കട്ടായി പോകും. സോ ബാക്കിയുള്ളത് 3,423 ആണ് ലെഫ്റ്റ് സൈഡിൽ. ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 7 ഇൻറ്റു 4 divided by 100. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു റുപ്പീസ് 12,225 rupees എന്ന് കിട്ടും. അതാണ് ആൻസർ. Okay, question number 10. A man invests money in 3 different schemes for 6 years, 10 years and 12 years at a rate of interest 10%, 12% and 15% simple interest. If the completion of each scheme he gets the same interest, then the ratio of respective investment is. അപ്പോൾ ഒരാൾ 6 years, 10 years, 12 years എന്നുള്ള രീതിയിൽ 10%, 12%, 15% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 3 സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിൽ റെസ്പെക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ പിയും പ്രൊഡക്റ്റ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു ടൈമും എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൽ പി വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം ആയിരിക്കും. അതായത് പി ഇസ് ഈക്വൽ ടു 1/RT എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് റേഷ്യോ ഓഫ് റെസ്പെക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് P1 ഇൻറ്റു P2, P1 ഈസ് ടു P2 ഈസ് ടു P3 എങ്ങനെയായിരിക്കും? ഫസ്റ്റത്തെ സ്കീം 10%, 6 years ആണ്. സോ P1 will be proportional to 1/10 into 6 ആയിരിക്കും. P2 will be proportional to 1/10 years into 12, 1/10 into 12 ആയിരിക്കും. സോ റിക്വയർഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? 1/10 into 6 ഈസ് ടു 1/10 into 12 ഈസ് ടു 1/15 into 12 ആണ്. ഈക്വൽ ടു 6 ഈസ് ടു 3 ഈസ് ടു 2 ആണ് ആൻസർ. Question number 11. When a sum of money is invested for 5 years, the amount becomes rupees 3,640. If the rate of simple interest is increased by 2% per annum from earlier, then this amount becomes rupees 3,920. What is the principal amount invested? So ഈ ക്വസ്റ്റ്യനിൽ 5 years കൊണ്ട് ഒരു പ്രിൻസിപ്പൾ 3,640 ആവുന്നുണ്ട്.
സിമ്പിൾ ഇൻട്രസ്റ്റ് 2% per annum ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് 3920 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രിൻസിപ്പളും തന്നിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടില്ല. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് X% ആയിട്ടും പ്രിൻസിപ്പൾ Y ആയിട്ടും എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Y ഇൻറ്റു ഇൻക്രീസ് ചെയ്ത എമൗണ്ട് X+2% ആണ്. Y ഇൻറ്റു X+2 ഇൻറ്റു 5 years ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 മൈനസ് നമ്മൾ ആദ്യത്തെ എത്രയായിരുന്നു Y ഇൻറ്റു X% ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100. ഇത്രയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഡിഫറൻസ്. ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ടോട്ടൽ എമൗണ്ട് 3920 മൈനസ് 3640 ആയിരിക്കും. അതായത് ടോട്ടൽ എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. സോ ഇവിടെ നമുക്ക് Y ഇൻറ്റു 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു ₹280 കിട്ടും. സോ Y വിൽ ബി ഈക്വൽ ടു ₹2800. Question number 12. A sum of ₹5,800 is invested at a 6% per annum simple interest. How much will the sum become after 4 years? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ PNR/100 യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട് 5,800, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് 4 years തന്നിട്ടുണ്ട്. So simple interest will be equal to P into R into T divided by 100, 5,800 into 6 into 4 divided by 100. 1,392 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 4 years എത്രയായിരിക്കും? പ്രിൻസിപ്പൾ 5,800 ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് 1,392 ആണ്. സോ ടോട്ടൽ ആഡ് ചെയ്യാം, 7,192 ആണ് ആൻസർ. Next question, question number 13. Bhavana borrowed ₹4,500 from a lender at the rate of 15% per annum simple interest on 26th of March 2018 and cleared the loan on 7th June of the same year. What amount did she pay to clear the loan? ഇതും സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട് 4,500, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15% തന്നിട്ടുണ്ട്, 15% per annum ആണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. 26 March 2018 ആണ് ഈ ലോൺ എടുത്തിട്ടുള്ളത്. സെയിം ഇയറിൽ June 7th ക്ലിയർ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം കൃത്യമായിട്ട് തന്നിട്ടില്ല. ആ ടൈം നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. 26th March തൊട്ടിട്ട് 7th June വരെയുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യും. അത് നമുക്ക് ഡേയ്സിൽ കിട്ടും. ആ ഡേയ്സിനെ നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ 365 ചെയ്തുകൊണ്ട് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബാക്കിയെല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൾ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു P ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100. P നമുക്ക് തന്നിട്ടുണ്ട് 4,500, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15%, ടൈം T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26th March തൊട്ട് 7th June വരെ. 26th March തൊട്ട് മാർച്ച് എൻഡ് വരെ നമുക്ക് 5 days ഉണ്ടാവും. അതുപോലെ ഏപ്രിലിൽ 30 days ഉണ്ടാവും. അതുപോലെ മെയ്യിൽ 31 days, ജൂൺ 7 വരെ 7 ദിവസം. അപ്പോൾ ടോട്ടൽ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 73 days ആണ് ടോട്ടൽ. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു 4,500 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15 ഇൻറ്റു 73 ഡിവൈഡഡ് ബൈ 365 ഡിവൈഡഡ് ബൈ 100. സോ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 45 ഇൻറ്റു 3 135 സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് കിട്ടാൻ എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം. എമൗണ്ട് വിൽ ബി ഈക്വൽ ടു 4,500 പ്ലസ് 135, 4,635. ഇത്ര എമൗണ്ട് ആണ് ലോൺ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചിട്ടുള്ളത്.